കലാപൂരത്തിനിടയിൽ മറ്റു വിഷയങ്ങളൊന്നും സാധാരണ നിലയിൽ ഞങ്ങളിപ്പോൾ എടുക്കണം എന്ന് കരുതിയതല്ല. പക്ഷെ വളരെ ഗൗരവമായി ചില ചാനലുകളിൽ രേഖപ്പെടുത്തുകയും വളരെ ബോധപൂർവം പൊതുസമൂഹത്തിനകത്ത് ചില ആശങ്കകൾ പരത്താൻ വാർത്തകൾ സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനും അറിയിക്കാനും വേണ്ടി മാത്രമാണ് ഈ പത്ര സമ്മേളനം നടത്തുന്നത്. അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ 2024 ജൂലൈ 30 ദുരന്തത്തെ തുടർന്നുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കൂട്ടിയിണക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒട്ടേറെ ഘട്ടത്തിൽ ചൂരൽമലയിലെ മനുഷ്യരെ ആശങ്കപ്പെടുത്താൻ ബോധപൂർവം അജണ്ട തീരുമാനിച്ചിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നടന്നു. ആ സത്യങ്ങളെല്ലാം ജനങ്ങൾ അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയും യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. എന്നാൽ ഇപ്പോൾ തെറ്റായ വിധത്തിൽ ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം 300 രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല, ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ STRF പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി 3 മാസം വരെ അവരുടെ ജീവനോപാധികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ 2 മുതിർന്ന അംഗങ്ങൾക്ക് 300 രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായങ്ങളിലാണ് ജൂലൈ 30 ഈ ദുരന്തമുണ്ടായ ഉടനെ ആഗസ്റ്റ് മാസം മുതൽ നമ്മൾ ശ്രമം നടത്തിയത്. പിന്നീട് 3 മാസക്കാലത്തേക്ക് കൂടി അത് വർദ്ധിപ്പിച്ചു. വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകും വരെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തുവെങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ 2025 വരെ കൃത്യമായി ജീവനോപാധി 9,000 രൂപ വെച്ച് കൊടുത്തതാണ്. 3 മാസക്കാലത്തെ ആദ്യം, പിന്നെ വീണ്ടും 3 മാസക്കാലം, പിന്നെ 9 മാസക്കാലം, അങ്ങനെ 12 മാസക്കാലം ആദ്യം 3 മാസക്കാലം കൊടുത്തു തീർന്നിട്ടും ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിലെ ഇത്തരം വീടുകളിലുള്ള ദുരന്തബാധിതരായിട്ടുള്ള ആളുകളിലെ ഒരു കുടുംബത്തിലെ 2 പേർക്ക് വീതം 656 കുടുംബങ്ങളിലെ 1185 ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം വരെയും ആ പണം കൊടുത്തിരുന്നതാണ്. നമുക്ക് 4ാമത്തെ തവണ മുതൽ 3 മാസക്കാലം കഴിഞ്ഞ് 4ാമത്തെ തവണ മുതൽ 631 കുടുംബങ്ങളിൽ ആരംഭിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് 656 കുടുംബങ്ങളിലെ 1185 കുടുംബങ്ങൾക്ക് ഡിസംബർ മാസം വരെ ഈ പണം കൊടുത്തതാണ്. സാധാരണ നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഉണ്ടാക്കുക. ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസത്തിലേക്ക് കടന്നു. ഡിസംബർ മാസം വരെയാണ് അവർക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം പുറത്തിറക്കും. അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് 2 കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം 300 രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും 3 മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം തന്നെ ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങും. ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയെടുക്കും. ഈ കരുതൽ ചെറുതല്ല. ഈ ഇനത്തിൽ മാത്രം 15,64,10,000 രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു. അതായത് പുതിയ വർഷത്തെ 2026 എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2026 മാസത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിച്ചല്ലോ, ഈ ദുരന്തബാധിതരെ 2024 ജൂലൈ 30 ദുരന്തത്തിൽ ഓഗസ്റ്റ് 24 പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ
അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 6000 രൂപയുടെ വാടക 3 മാസക്കാലം കൊണ്ട് തീരും എന്ന് പ്രഖ്യാപിച്ചല്ലേ. എന്നാൽ 2024 ആഗസ്റ്റ് മാസം 813 പേർക്ക് കൊടുത്തിട്ടുള്ള 6000 രൂപയുടെ വാടക ഈ 2025 അവരവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള 425 പേർക്കും ഡിസംബർ മാസവും ആ വാടക കൊടുത്തു. 1.5 വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെന്റ് ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല, ഇനി വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാണോ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് ആ കാലം വരെ ആ പണം കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അവിടെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ നഗരം 19-ാം തീയതി ഞാൻ വീണ്ടും അവിടെ സന്ദർശിക്കുന്നുണ്ട്. തുടർച്ചയായി കേരളത്തിലെ ഗവൺമെന്റ് പരിശോധിച്ചും പരിഗണിച്ചും അത് നോക്കി വരികയാണ്. ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 289 വീടുകളിൽ 2 നിലയും വാർപ്പ് പൂർത്തീകരിച്ചു. 300 വീടുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 312 ഇടങ്ങളിൽ ഫൗണ്ടേഷൻ പൂർണ്ണമായും രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ 410 വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ 410 വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം ഇടക്കാലത്ത് മഴയുണ്ടായതൊഴിച്ചാൽ കൃത്യമായി അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു തടസ്സവും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഫേസ് 1ഉം ഫേസ് 2A-യും ഫേസ് 2B-യും സെക്കൻഡ് അപ്പീലും കഴിഞ്ഞ് 15 ലക്ഷം രൂപ വീതമുള്ള പണം മേടിച്ചു പോയ 104 പേരും ഇനി മേടിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള 8 പേരും കഴിച്ചാൽ 325 പേരാണ് ആ ലിസ്റ്റിൽ നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് പൂർണ്ണമായിട്ടും വീട് കൊടുക്കുമെന്ന് മാത്രമല്ല, ആ ലിസ്റ്റിൽ ഇനി അപ്പീലുകളിലൂടെ വരുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാനുള്ള കൃത്യമായ കണക്കോടെ അവിടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ട് വരികയാണല്ലോ. ആ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആശങ്ക ഉണ്ടാകേണ്ട പ്രശ്നം എന്താണ്? 2025 ജൂലൈ മാസം 30-ാം തീയതി, 24 അല്ല, 2025 ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൂരൽമലയിലെ കച്ചവടക്കാർക്ക് സഹായം കൊടുക്കാവുന്ന വിധത്തിൽ അവരുടെ നഷ്ടപരിഹാരം സർക്കാർ CMDRF-ൽ നിന്ന് പണം കൊടുക്കും എന്ന ആലോചന നടത്തിയത്. കച്ചവടക്കാർക്ക് പണം കിട്ടിയില്ല എന്ന വിധത്തിലും ആശങ്കകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് ആ തീരുമാനമെടുത്തതിന് ശേഷം ചൂരൽമലയിലെ തകർന്ന കച്ചവടക്കാർ, അവർക്ക് നഷ്ടപ്പെട്ട സംഖ്യ, പുനർനിർമ്മാണത്തിന് അവർക്ക് കൊടുക്കാവുന്ന നിയമപരമായിട്ടുള്ള സംഖ്യ, ഇതെല്ലാം കണക്കുകൂട്ടി CMDRF തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട തുകയെപ്പറ്റി വ്യവസായ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക്, എസ്റ്റിമേറ്റ് സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ ഏറ്റവും പെട്ടെന്ന് കഴിയുമെങ്കിൽ ജനുവരി മാസം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമവും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കും. ഏതു ദുരന്തത്തിനാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു മോഡൽ അവകാശപ്പെടാൻ പറ്റുക? 12ഉം 15ഉം മാസക്കാലം നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവനോപാധി കൊടുത്ത ഏതെങ്കിലും ദുരന്തം കേരളത്തിലോ കേരളത്തിന്റെ പുറത്തോ ഉണ്ടായതായി ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ചൂരൽമലയിൽ തന്നെ മേപ്പാടി കൽപ്പറ്റ നഗരത്തിൽ തന്നെ സ്വന്തമായൊരു നഗരം കേരള ചരിത്രത്തിൽ ആദ്യമല്ലേ? അവസാനത്തെ ആളെയും പുനരധിവസിപ്പിക്കും വരെ വാടക കൊടുക്കാനുള്ളൊരു സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമല്ലേ? എത്ര കൃത്യതയോടുകൂടിയാണ് ആ നടപടിക്രമങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുന്നത്? എന്നിട്ടും കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളിൽ ഒരു വരി പോലും സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഉജ്ജീവന പദ്ധതിയിലൂടെ പ്രളയത്തിന് കൊടുത്ത ചില സഹായങ്ങൾ ഒഴിച്ചാൽ കച്ചവടക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം ഇതിനു മുമ്പ് ഒരിടത്തും കൊടുത്തതായി കേരളത്തിന് അറിയില്ല. അതാണിപ്പോ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ബോധപൂർവം ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എല്ലാ അവസരവും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികൾക്ക് മാറ്റം ഉണ്ടാകണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം.